മാത്രമല്ല സംസ്ഥാനത്തെ സുരക്ഷ ശക്തമാക്കാനൊക്കെ തന്നെ നിർദ്ദേശം വന്നു കഴിഞ്ഞു എന്നുകൂടിയുള്ള വിവരം ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നുണ്ട്. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തർപ്രദേശ് പോലീസും സജ്ജമായി കഴിഞ്ഞു എന്നുള്ള വിവരം കൂടി യു പിയിൽ നിന്ന് നമുക്ക് ഒപ്പം ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് നമ്മുടെ ഡൽഹി ബ്യൂറോ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് ഏത് രീതിയിലുള്ള സുരക്ഷയും പ്രൊവൈഡ് ചെയ്യാൻ പോലീസ് സന്നദ്ധമായി കഴിഞ്ഞു എന്നുള്ള വിവരം കൂടി DGP വെളിപ്പെടുത്തുന്നു ഉത്തർപ്രദേശിൽ നിന്ന്. എന്തായാലും അതിശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ഏത് വെല്ലുവിളികളെയും നേരിടാൻ നമ്മുടെ സേന സജ്ജമാണ് എന്നുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് ലഭിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം? SK, ഞാനിപ്പോൾ ഉള്ളത് മീഡിയ സെൻറ്ററിലാണ്. ഇവിടെയാണ് ഈ സേന വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 10:30 വാർത്താ സമ്മേളനം. നേരത്തെ 10 മണി എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആ സമയത്തിൽ ഒരു നേരിയ മാറ്റമുണ്ടായിരിക്കുന്നു. 10:30 ഇവിടെ വാർത്താ സമ്മേളനം ആരംഭിക്കും. 3 ചെയറുകൾ, 3 കസേരകളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും 3 സേനകളുടെ ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കും ഈ മീഡിയ ബ്രീഫിംഗ് ഇവിടെ മീഡിയ സെൻറ്ററിൽ നടത്തുന്നത്. ഏറെ ആകാംക്ഷയോടുകൂടി ഇന്ത്യ കാത്തിരിക്കുന്നത് ഈ ദൗത്യം എങ്ങനെയാണ് സൈന്യം ഇത്ര വിജയകരമായി പൂർത്തീകരിച്ചത്, അതിൻ്റെ എന്തൊക്കെയായിരുന്നു ആ ദൗത്യവുമായി ബന്ധപ്പെട്ട നടത്തിയ കാര്യങ്ങൾ, ഒരുക്കങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ഇന്നത്തെ ഈ മീഡിയ ബ്രീഫിങ്ങിൽ വിശദീകരിക്കുക. നമുക്ക് ആ സ്ക്രീൻ കാണാം. ആ സ്ക്രീനിൽ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഒരുപക്ഷെ ആ സ്ക്രീനിലായിരിക്കും പ്രസിദ്ധീകരിക്കുക. അങ്ങനെ ഒരു മീഡിയ ബ്രീഫിംഗ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ചോദ്യവേളയില്ല. അത് ഒഴിവാക്കിക്കൊണ്ട് എന്താണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട സൈന്യത്തിന് പറയാനുള്ളത് എന്നതായിരിക്കും ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുക. കാരണം ഏറെ ആകാംക്ഷയോടുകൂടിയാണ് ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ 1:44 പാകിസ്ഥാൻ്റെ അകത്തും അതുപോലെ തന്നെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിന് ഉള്ളിലും 9 ഇടങ്ങളിലായി അത്തരം ഇന്ത്യ തിരിച്ചടിച്ചത്. ഏറെ അതായത് കൃത്യമായ പദ്ധതികളോടുകൂടിയായിരുന്നു സേന ഇതിനായി തയ്യാറെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 സേനാ മേധാവിമാരുമായും കൂടിക്കാഴ്ച നടത്തി. ഈ തിരിച്ചടിക്ക് തൊട്ട് മുൻപായിട്ടുള്ള ദിവസങ്ങളിലായിരുന്നു ആ കൂടിക്കാഴ്ച. ആദ്യം കരസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി, രണ്ടാമത് നാവികസേനാ മേധാവിയുമായും അവസാനം വ്യോമസേനാ മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ 3 സേനകളും സംയുക്തമായി ചേർന്നാണ് ഈ ഒരു ദൗത്യം നടത്തിയത്. അതായത് സമീപകാലത്തെ ഏറ്റവും വലിയ ദൗത്യമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അത് 3 സേനകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ഒരു സൈനിക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആയുധ സംവിധാനങ്ങളുടെ ഒപ്പം എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ദൗത്യം നടത്തിയിരിക്കുന്നത്. ഏതൊക്കെ യുദ്ധവിമാനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായത്, ഏതൊക്കെ തരത്തിലുള്ള വെപ്പണുകളാണ് ഉപയോഗിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക. ഇതും LOCയിലെ നിലവിലെ നിയന്ത്രണ രേഖയിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചെന്ന് വരും. പക്ഷേ ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മീഡിയ ബ്രീഫിംഗ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഈ വാർത്താ സമ്മേളനം പൂർത്തിയാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യം അതീവ ജാഗ്രത ഈ തിരിച്ചടിക്ക് പിന്നാലെ പുലർത്തുന്നുണ്ട്. എല്ലാ തരത്തിലും സജ്ജമാണ്, എന്തിനേയും നേരിടാൻ സജ്ജമാണ് എന്ന ആത്മവിശ്വാസം തന്നെയാണ് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തങ്ങളും അതുപോലെ തന്നെ സൈനിക വൃത്തങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ. ഡൽഹിയിൽ നിന്നും അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്നാണ് അച്യുതൻ നമുക്കൊപ്പം ചേർന്ന്. ഇപ്പോൾ